എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വെൽത്ത് ജനറേഷൻ സൈക്കിളിൽ SIP ആണോ അതോ ലംസം ഇൻവെസ്റ്റ്മെന്റ് ആണോ കൂടുതൽ നല്ലത്, അതിന് പുറമെ SIPക്കും ലംസത്തിനും പുറമെ നല്ല രീതിയിൽ ബെനിഫിറ്റ് തരുന്ന ഒരു സ്ട്രാറ്റജി, ഒരു മെത്തേഡാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വെൽത്ത് ജനറേഷൻ സൈക്കിളിൽ കോമ്പൗണ്ടിങ്ങിന് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, FD അല്ലാതെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ആ പൈസ കൊണ്ട് ഇപ്പം നമുക്ക് എന്ത് മേടിക്കാൻ സാധിക്കും, അതുപോലും ആ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് മേടിക്കാൻ സാധിക്കത്തില്ല. നേരെ മറിച്ച് നമ്മൾ FD ഇടുവാണെങ്കിൽ നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പം ആ പൈസ കൊണ്ട് എന്ത് മേടിക്കാൻ സാധിക്കും, അത് ആ വർഷം നമുക്ക് ആ ഫ്യൂച്ചറിൽ ആ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് മേടിക്കാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് നമ്മൾ എന്താണ് ഒരു 11-12% അപ്രോക്സിമേറ്റ് ഇതുവരെ ഇൻട്രസ്റ്റ് തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് കൂടെ ഒരു കോമ്പൗണ്ടിന്റെ ബെനിഫിറ്റ് കാണാൻ സാധിക്കും. നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അതായത് നമ്മൾ മന്ത്ലി ഒരു ഫിക്സഡ് ഡേറ്റിൽ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ സാലറിയുടെ ബേസിൽ 1000-5000 ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു മ്യൂച്വൽ ഫണ്ടിലോട്ട്. നമുക്ക് SIPയുടെ പെർഫോമൻസ് ഒരു എക്സാമ്പിൾ വെച്ച് കണ്ടു നോക്കാം. ഇവിടെ മാസം 5000 രൂപ വീതമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 10 വർഷത്തേനാണ്. അതായത് ഒരു 12% അപ്രോക്സിമേറ്റ് ഇതുവരെ ഒരു 12% റിട്ടേൺ തന്നിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിട്ടേൺ എത്രയാണ്? 11,61,000 രൂപയാണ്. നമ്മൾ ഈ 10 വർഷം ഓരോ മാസം 5000 രൂപ വീതം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 6 ലക്ഷം രൂപയാണ്. പക്ഷെ നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദ ടൈം 10 വർഷം കഴിയുമ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നത്? 11,61,000 രൂപയാണ്. നമുക്ക് കോമ്പൗണ്ടിങ്ങിന്റെ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്ന എത്രയാണ്? 5,61,000 രൂപ നമുക്ക് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നതാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ്. അതായത് ഒരു വലിയ എമൗണ്ട് നമ്മൾ അറ്റ് വൺ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ലംസം ഇൻവെസ്റ്റ്മെന്റിന്റെ പെർഫോമൻസ് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് കണ്ടു നോക്കാം. ഇവിടെ നമ്മൾ 6 ലക്ഷം രൂപ 10 വർഷത്തേന് അപ്രോക്സിമേറ്റ് ഇതുവരെ 12% റിട്ടേൺ തന്നിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ലംസമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്? 18,63,000 രൂപയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 11 ലക്ഷത്തി സംതിങ് ആണ് നമുക്ക് റിട്ടേൺ ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെയാണെങ്കിലും നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ്? 6 ലക്ഷം രൂപയാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കോമ്പൗണ്ടിങ് വഴിയായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചത് 12,63,000 രൂപയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് SIP കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ലംസത്തിൽ നമുക്ക് ഏതാണ്ട് ഒരു 7 ലക്ഷം രൂപ സംതിങ് കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം തന്നെ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. ഈ 10 വർഷം ഓരോ മാസവും ഈ 6 ലക്ഷത്തിന് മേലാണ് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നത്, അല്ലെ? ഓക്കെ, പക്ഷെ നമുക്ക് SIP എന്ന് പറയുമ്പോഴത്തേനും എന്താണ്, ലാസ്റ്റ് മാസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 5000 രൂപയ്ക്ക് ഒരു മാസം മാത്രമാണ് ഇൻട്രസ്റ്റ് ലഭിച്ചത്. നമ്മൾ ഓരോ മാസവുമാണ് നമ്മൾ 5000 രൂപ വെച്ചാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ SIPയിൽ പോകുന്നത്. ലംസത്തിലാണെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ആദ്യം തന്നെ 6 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിഫറൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമ്മൾ SIP ആയിട്ടും ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ മാസമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഡിപ്പിലും അതുപോലെ തന്നെ ഹൈയിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രൈസ് ആവറേജ് ആയി പോകുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് ലംസം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഒരു സമയം മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റൈല് നോക്കുവാണെങ്കിൽ SIPയിൽ നമ്മൾ ഒരു സ്മോൾ എമൗണ്ട് ആണ്, ലംസം വെച്ച് നോക്കുമ്പോൾ ഒരു സ്മോൾ എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മന്ത്ലി. ലംസം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ മാർക്കറ്റ് ടൈമിംഗ് റിസ്ക് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. SIPയിൽ ലോ ആണ്, മാർക്കറ്റ് ടൈമിംഗ് റിസ്ക് കുറവാണ്. ലംസമിൽ ഹൈ ആണ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഒന്നെങ്കിൽ SIP അല്ലെങ്കിൽ ലംസമാണ്. നേരെ മറിച്ച് SIP ലംസവും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ സാലറിയുടെ ഒരു 15% തൊട്ട് 20% വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വർഷം ഒരു ബോണസ് ഒക്കെ ലഭിക്കും. ബോണസ് ലഭിക്കുന്ന സമയത്തും അതുപോലെ ടാക്സ് റീഫണ്ടിന്റെ ഒക്കെ സമയത്ത് ആ വലിയ എമൗണ്ട് നമ്മൾ ലംസമായിട്ട് ആ സെയിം മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓവറോൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു സാലറിയുടെ പേഴ്സൺ ആണെങ്കിൽ നമ്മുടെ സാലറിയുടെ ഒരു 15% തൊട്ട് 20% വരെ SIPക്ക് വേണ്ടി മാറ്റി വെക്കുക. അതുകൊണ്ട് ഒരു കുറച്ച് എമൗണ്ട് പെട്ടെന്ന് മണിയാക്കി മാറ്റാൻ, ലിക്വിഡ് മണി ആയിട്ട് മാറ്റാവുന്ന രീതിയിൽ മാറ്റി വെക്കുക. കാരണം മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് വലിയ രീതിയിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.